പാലക്കാടൻ എഴുത്തുകാരൻ എന്ന് പറയുന്നത് പാലക്കാട് ജീവിച്ച യക്ഷിയാനം എന്ന് പറഞ്ഞ ഈ പുസ്തകമുണ്ട്. ഇതിപ്പോ കാനായി പാലക്കാട്ടുകാരനല്ല, പക്ഷെ യക്ഷിയുടെ ശില്പവുമായി ബന്ധപ്പെടുത്തി അതിന്റെ 50-ാം വർഷത്തിൽ ഉണ്ടായ ഒരു പുസ്തകമാണിത്. MTയുടെ സമ്പൂർണ്ണ കഥകള് മാത്രം. പാലക്കാടിന്റെ ജീവിത വൈവിധ്യങ്ങൾ എന്ന രൂപത്തിൽ നടത്തിയ പ്രദർശനങ്ങളുടെ അട്ടപ്പാടിയുടെ 50 വർഷം മുമ്പുള്ള അട്ടപ്പാടിയുടെ ഒരു ജീവിതം, സ്ത്രീകളുടെ സ്ട്രക്ചറൊക്കെ നമുക്ക് നോക്കിയറിയാം. അധ്വാനിക്കുന്ന മനുഷ്യരായിരുന്നു അവര്. വീടുകളിൽ മനുഷ്യർ ചെയ്യുന്ന കുറെ തൊഴിലുകളുണ്ടായിരുന്നു, അത് പലതും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി. പാലക്കാട്ടെ പാട്ടുഗ്രാമം എന്ന് പറയുന്നതിന്റെ ഒരു അവതരണമാണത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പുതുപ്പരിയാരം രാജേഷ് മേനോന്റെ വീടിന് മുകളിൽ ഒരുക്കിയിട്ടുള്ള മധുരം ഗായതി അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും ഒരു കലവറയാണ്. പാലക്കാട് ജില്ലയുടെ എഴുത്തും വായനയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം അറിയാനായി മനോഹരമായ ഒരു ഇടം, മധുരം ഗായതി. കാണാം വേറിട്ട ചില കാഴ്ചകൾ. ഇവിടെ വന്നപ്പോൾ MT വാസുദേവൻ നായർ ആദ്യമായി രചിച്ച 1962 ഒരു ചെറിയ പുസ്തകം കാണാനിടയായി. വീടും വായനശാലയും ഒരുമിച്ചുള്ള ഒരു കേന്ദ്രം. എല്ലാവർക്കും വരാം, എല്ലാവർക്കും ഇരുന്ന് വായിക്കാം. അപ്പോൾ വളരെ അനൗപചാരികമായിട്ട് മനുഷ്യനെത്താവുന്ന ഒരിടമായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയെ അറിയപ്പെടുന്നത്, പാലക്കാട് കോട്ട അറിയപ്പെടുന്നതൊക്കെ ടിപ്പു സുൽത്താനെ കുറിച്ചാണെങ്കിൽ പോലും രാജേഷ് തന്നെ പറയുകയുണ്ടായി, ടിപ്പു സുൽത്താന്റെ ഒരു പടം എവിടെയില്ല, പാലക്കാട് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് ടിപ്പു സുൽത്താനെ പറയാതെ പാലക്കാട് പൂർണ്ണമാവില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അപ്പൊ അതൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും വളർന്നു വരുന്ന കുട്ടികൾക്കും ഒക്കെ ഏറെ കൗതുകം ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു വീടും ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സംവിധാനവും വളരെ സൗകര്യപ്രദമായ ഒരു രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഞാൻ ആദ്യം ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ റേഡിയോ പാടുന്നതാണ് കേട്ടത്. ഇത് തുറന്നിട്ടിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് എഴുതാം, വായിക്കാം, അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഇവിടെ ഒരു എഴുത്തുകാരന് വന്ന് താമസിക്കാൻ ഒരു ബെഡ്റൂം വരെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ പാലക്കാടുകാരുടെ മാത്രം കൃതികൾ അന്വേഷിച്ച് വരുന്നവർക്ക് ഇവിടെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. കൂടിയിരിക്കാനും സാംസ്കാരിക ചർച്ചകൾ നടത്താനും ഒരു പുതിയ സാംസ്കാരിക ഇടം കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വായനയെ പ്രോത്സാഹിപ്പിക്കാനും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാംസ്കാരിക ഇടമാണ് മധുരം ഗായതി. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാര്, സാംസ്കാരിക നായകന്മാര് ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന് വളരെ സജീവമായ ചർച്ചകൾ നടക്കാറുണ്ട്. നമ്മുടേതായ മനസ്സില് ഉള്ള ഓരോരോ ഓർമ്മകള് പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. മധുരം ഗായതി പല അർത്ഥത്തിലുണ്ട്. അത് പഴയ ഒരു പാട്ട്, മധുരം ഗായതി എന്ന് പാടുന്ന ഒരു മധുരം ഗായതി മീര എന്ന് തുടങ്ങുന്ന അതിമനോഹരമായൊരു പാട്ട് നമ്മൾ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ OV വിജയന്റെ നമ്മൾ പലപ്പോഴും പറയാറുള്ള നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി വരാനിരിക്കുന്നൊരു കാലത്തെക്കുറിച്ചുള്ള വളരെ ഉത്കണ്ഠകളും ആശങ്കകളും അതിനെ യാന്ത്രികവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് വളരെ മനോഹരമായി വിജയൻ എഴുതുന്ന ഒരു നോവലിന്റെ തലക്കെട്ട് കൂടിയാണ് മധുരം ഗായതി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമായ ഒരു പറച്ചിൽ എന്നോ മധുരമായൊരു പാട്ട് എന്നോ ഒക്കെ അതിനെ വ്യാഖ്യാനം ചെയ്യാം. പരസ്പരം മനുഷ്യർ വളരെ മധുരമായും മനോഹരമായും സംവദിക്കുക എന്നൊരർത്ഥത്തിലാണ് അതിനെ നമ്മൾ എടുക്കുന്നത്. അറിയപ്പെടാത്തവരും അറിയപ്പെടുന്നവരും മരിച്ചുപോയവരും ഒക്കെ ആയിട്ടുള്ള വിവിധ തലമുറകളിലെ പാലക്കാടൻ എഴുത്തുകാരെ, പാലക്കാടൻ എഴുത്തുകാർ എന്ന് പറയുമ്പോൾ പഴയ നിളാതീര സാഹിത്യവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ജില്ലാതിർത്തിക്ക് അപ്പുറത്തുള്ള ഒരു പാലക്കാടിൻ്റെ എഴുത്ത് തലമുറയെ ഒരിടത്ത് ആളുകൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ സൗകര്യപ്രദമായ ഒരിടം ഉണ്ടാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മധുരം ഗായതി രൂപപ്പെട്ടു വരുന്നത്. വള്ളുവനാടൻ, ഏറനാടൻ സാഹിത്യം, നന്ദനാരുടെ പുസ്തകങ്ങൾ, നന്ദനാരുടെ കഥകളും നോവലുകളും നമുക്കുണ്ട്. ചെറുകാടിൻ്റെ കഥകളും നോവലുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചെറുകാടിൻ്റെ ജീവിതപാതയ്ക്ക് 50 വർഷമാവുകയാണ്. അതൊക്കെ നമ്മുടെ ശേഖരത്തിലുണ്ട്. ചെറുകാടിൻ്റെ അറിയപ്പെടാത്ത പല പുസ്തകങ്ങളും അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ട്.
അതിനപ്പുറത്തേക്ക് അതുപോലെ തമിഴ് പ്രദേശങ്ങളിലുള്ള ചില ആളുകളുടെ പുസ്തകങ്ങൾ, ഇപ്പോൾ ചിറ്റൂരൊക്കെ താമസിക്കുന്ന നാടകത്തിൽ ഒരുപാട് നാടക പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പാലക്കാട്ടെ കാളിദാസ് പുതുമനെ പോലുള്ള നാടകകൃത്തുക്കളുടെ നാടക പുസ്തകങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒരു പുസ്തകം ഇരുമൊഴി കവിതകൾ എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. അത് ഒരു വശത്ത് നിന്നും മലയാളം കവിതകൾ ആരംഭിക്കുകയും മറുവശത്ത് നിന്നും അതേ കവിതകളുടെ തമിഴ് കവിതകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ അപൂർവമാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന അട്ടപ്പാടിയിലെ മണികണ്ഠൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പുസ്തകം ഇരുള ഭാഷയിൽ എഴുതപ്പെട്ട കവിതയാണ്. അത് മലയാളത്തിലുള്ള വിവർത്തനവും അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് പാലക്കാട്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വള്ളുവനാടൻ രീതിയിലാണ് പാലക്കാടിനെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു പാലക്കാടിൻ്റെ തലം, കിഴക്കൻ പാലക്കാട് എന്നൊരു അർത്ഥത്തിൽ ദ്രാവിഡ കൾച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതം, യഥാർത്ഥത്തിലുള്ള മനുഷ്യരുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ജീവിതമുള്ള ഒരു പ്രദേശം പാലക്കാടിനുണ്ട്. അത് പലപ്പോഴും നമ്മുടെ വെളിച്ചത്തിലേക്ക് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് കിഴക്കൻ പാലക്കാടിൻ്റെ ജീവിതം എന്ന രീതിയിലുള്ള ഒരു ദൃശ്യവൽക്കരണം നമ്മൾ നടത്തുകയുണ്ടായി. ഔപചാരികതകളില്ല, ഇതിനുവേണ്ടി നമ്മൾ മെമ്പർഷിപ്പ് വാങ്ങുന്നില്ല, ഫണ്ട് കളക്ഷൻ ചെയ്യുന്നില്ല, അംഗത്വ ഫീസില്ല, മറ്റ് വരിസംഖ്യ ഇല്ല, പ്രത്യേകിച്ചൊരു ഫീസുകളൊന്നും നമ്മൾ ഈടാക്കുന്നില്ല. ഒരു സ്വതന്ത്രമായ വായനാ ഇടം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. ജയപ്രകാശ് പുലാപ്പറ്റ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി അങ്കണം അവാർഡ് നേടി മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്കൊരു പക്ഷേ പിന്നീട് കിട്ടില്ല. ഇവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വാഴൂർ വാസുദേവൻ ഒരു പുസ്തകം എഴുതിയും മരണപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്കിപ്പോൾ അന്വേഷിച്ചു പോയാൽ കിട്ടില്ല. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ആ പ്രദേശത്തുള്ള ആളുകളുടെ നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ടും അവരുടെ പങ്കുവെക്കലുകളിലും കൂടിയാണ്. നമ്മൾ അറിയപ്പെടാത്ത മനുഷ്യർ പങ്കുവച്ചിട്ടുള്ള എത്രയോ പാലക്കാടിൻ്റെ ജീവിതം, ഒടിയനെ കുറിച്ചുള്ള കഥകൾ, ശൗണ്ടിയെ പോലുള്ള നമുക്ക് പരിചിതമല്ലാത്ത പല ജീവിതങ്ങൾ, ഇതെല്ലാം പാലക്കാടിൻ്റെ സാഹിത്യത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അത് പാലക്കാടിൻ്റെ പുസ്തക കലവറ എന്നതിലപ്പുറത്തേക്ക് ഇതൊരു പാലക്കാടിൻ്റെ ജീവിത കലവറ തന്നെയായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. പാലക്കാടിൻ്റെ ജീവിതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാലക്കാടിൻ്റെ സാഹിത്യത്തിലൂടെ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.